ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഓതും എന്ന ഒരു നല്ല നിയ്യത്ത് ഇപ്പോഴേ എടുക്കുക. ഒരു ദിവസം 10 പ്രാവശ്യം ഓതിയാൽ ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അള്ളാഹു അതെല്ലാം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു ദിവസം ഏതെങ്കിലും, അത് ഫർദ് നമസ്കാരമാവട്ടെ, അത് സുന്നത്ത് നമസ്കാരമാവട്ടെ, ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ, 2 റക്അത്ത് നമസ്കാരത്തിൽ ഇൻഷാ അള്ളാഹ് ഞാൻ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതും എന്ന ഒരു നല്ല നിയ്യത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കുക. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഓർമ്മപ്പെടുത്തുന്നു, ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും, അത് നമസ്കാരത്തിലൂടെ ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, ഏത് സന്ദർഭത്തിലും നമുക്കൊരു 10 പ്രാവശ്യം ഒരു ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റിയാൽ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട്, നരകത്തിന് 7 വാതിലുകളുമുണ്ട്. ഈ 7 വാതിലുകൾ അടയ്ക്കപ്പെടും, 8 വാതിലുകൾ തുറക്കപ്പെടും ഒരു മനുഷ്യന് വേണ്ടി. ആരാണ് ആ മനുഷ്യൻ? അയാൾ ഇനി പറയാൻ പോകുന്ന ചെറിയ ആ ഒരു ആയത്ത് എല്ലാ സമയത്തും ഓതുന്നവനാണ്. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം അയാൾ ഇത് പാരായണം ചെയ്യാറുണ്ട്. മാത്രമല്ല, അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി പോകുന്ന സമയത്തും ഈ ആയത്ത് ഓതാറുണ്ട്. അതുമാത്രമല്ല, ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്തും അയാൾ ഈ ആയത്ത് ഓതാറുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. ഏതാണ് ആയത്ത്? പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഖുർആനിലെ ആയത്തുകളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വിശദമായിട്ട് 21 പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല ഒരു ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അയാൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളാണ്. നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ എപ്പോഴും ഓതാൻ പറ്റും. നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഓതുന്നത് ഒരു ദിക്റാണ് എന്ന നിലക്ക് ആയത്തുൽ കുർസി നിങ്ങൾക്ക് ഓതാവുന്നതാണ്. സയ്യിദു ആയുൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കിയാൽ, അതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പതിവാക്കിയാൽ, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് പാരായണം നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക. ഈ ആയത്തുൽ കുർസിക്ക് വലിയൊരു ശ്രേഷ്ഠതയുള്ളത് ആയത്തുൽ കുർസിയുടെ ഓരോ ആയത്തുകൾ തമ്മിലും സാമ്യമുണ്ട് എന്നാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ശ്രേഷ്ഠമുള്ള, വലിയ അത്ഭുതമുള്ള ഒരു ആയത്താണ് ഈ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഇങ്ങനെ ഈ ആയത്തിന്റെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്ഭുതമാണ്. മഹാന്മാരായ ഉലമാക്കൾ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്.